ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് കുറച്ച് ടിപ്സും ട്രിക്സും ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സെറ്റി കവർ തയ്ക്കുന്നത് കാണിച്ചില്ലേ, അതുപോലെ തന്നെയാണ് ഈ ഈ ദിവാൻ കോട്ടിൻ്റെ കവറും ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ സെറ്റിയുടെ കവർ ചെയ്ത പോലെ തന്നെ അളവ് ഒരു സാരിയുടെ ഒരു 2.5 മീറ്ററിൽ കുറച്ചും കൂടി വേണമെങ്കിൽ കൂട്ടാം. 2.5 മീറ്റർ ഏറ്റവും കുറഞ്ഞത്, 2.5 മീറ്റർ കട്ട് ചെയ്തെടുക്കുക സാരിയുടെ കഷ്ണം. അപ്പോൾ ഈ സാരിയുടെ ഒരു വശം മാത്രം ഇങ്ങനെ 2 അറ്റം തലഭാഗം കട്ട് ചെയ്തെടുക്കുന്നതുകൊണ്ട് അതൊന്ന് മടക്കി തേക്കണം. ഇത് വെറുതെ ചുമ്മാ ഒന്ന് ഇങ്ങനെ അങ്ങോട്ട് ഫോൾഡ് ചെയ്ത് വെച്ചാൽ മതി, കാരണം അതിൽ അരികല്ലേ, രണ്ടായിട്ടൊന്നും മടക്കണ്ട. എന്നിട്ട് ഈ പറഞ്ഞ പോലെ ആ സെറ്റ് എങ്ങനെ ചെയ്ത് അത് പറഞ്ഞ പോലെ തന്നെ അങ്ങോട്ട് ചുറ്റും അടിക്കുക. അതിൽ കൂടി നമ്മളുടെ എലാസ്റ്റിക്കും അങ്ങോട്ട് കയറ്റുക. അപ്പം ഈ 2 കെട്ട് ഞാൻ വെച്ചേക്കണമെന്ന് പറഞ്ഞാൽ ദിവാങ്കോട്ടിൻ്റെ ആ ചാരിൻ്റെ ഭാഗത്തുള്ള കാലില്ലേ, അവിടെ വരുമ്പോൾ ഈ 2 കെട്ട് അപ്പുറത്തും ഇപ്പുറത്തും ടൈറ്റ് ചെയ്ത് വെച്ചില്ലെങ്കിൽ അതിങ്ങനെ പൊങ്ങി നിൽക്കും. ദിവാൻ കോട്ടിൻ്റെ ഷേപ്പ് അതാണല്ലോ. അപ്പോൾ ഇതുപോലെ അങ്ങോട്ട് ആ സെറ്റിയുടേത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ വിശദീകരിക്കാത്തത്, എല്ലാവർക്കും ബോറടിക്കും കൂടുതൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതുപോലെ അങ്ങോട്ട് വലിച്ചങ്ങോട്ട് ഇട്ടേക്കുക. അപ്പോൾ എലാസ്റ്റിക്കിൻ്റെ അളവൊക്കെ എടുക്കാനായിട്ട് ആ സെറ്റിൽ ഇങ്ങനെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ആ സോഫ എന്ന് പറഞ്ഞിട്ടുള്ള ഇതിൽ അത് ഞാൻ ഇതിൻ്റെ കൂടെ ഇടാം. അപ്പോൾ നിങ്ങൾക്കത് എടുത്ത് നോക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ചുറ്റി കെട്ടിയിട്ട് ഇങ്ങനെ വലിച്ചു വെച്ച് കഴിഞ്ഞാൽ മതി. 2 ഇതൊന്നും വേണ്ട, വെറുതെ ഇങ്ങനെ ഒന്ന് വലിച്ചങ്ങോട്ട് ഉള്ളിലേക്കാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചുറ്റി അതുമേൽ ചേർത്ത് വെച്ചാൽ മതി. കാണില്ല, കണ്ട നീറ്റായിട്ട് ഇടും. അപ്പോൾ കുട്ടികളൊക്കെയുള്ള വീട്ടിൽ ഇങ്ങനെ തയ്ച്ചിട്ട് കഴിഞ്ഞാൽ സാരിയൊക്കെ ആണെങ്കിൽ നമുക്ക് വളരെ ലൈറ്റ് വെയിറ്റ് ആണ്, പെട്ടെന്ന് കഴുകി ഉണക്കി പെട്ടെന്ന് തന്നെ ഇടാൻ പറ്റും. 1-2 തയ്ച്ച് വെക്കാം. വീട്ടിലെ മെഷീനൊക്കെ ഉണ്ടെങ്കിൽ ഒരു 2-3 വേണമെങ്കിൽ തയ്ച്ച് വെക്കാം കുട്ടികളൊക്കെ ഉള്ളടുത്ത്. അപ്പോൾ ഇതുപോലെ ഇതിങ്ങനെ വലിഞ്ഞിരുന്നുള്ളൂ. അപ്പോൾ എലാസ്റ്റിക് കൂടുതൽ ഇങ്ങനെ ടൈറ്റ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ എലാസ്റ്റിക് കേടായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് ഒരുവിധം ഇതായിട്ട് എടുക്കുക. നല്ല എലാസ്റ്റിക് മേടിക്കണം കേട്ടോ, പഴയത് ഒരിക്കലും മേടിക്കരുത്. പിന്നെ അടുത്ത ടിപ്പ്, ഇതേ നമ്മളുടെ ATM കാർഡൊക്കെ ഒരുപാട് പഴയതൊക്കെ നമ്മുടെ കയ്യിലുണ്ടാവില്ലേ, ഇതുപോലെ ഈ പഞ്ച് ചെയ്തെടുക്കുക. മറ്റേ 3 സൈഡിൽ ഇപ്പം ഞാൻ കാണിക്കുന്ന പോലെ 3 സൈഡിൽ ഇങ്ങനെ 2 ഹോള് മുകളിലും 1 ഹോള് മിഡിലിൽ താഴ്ത്തായിട്ട് ഇങ്ങനെ ചെയ്യുക. അപ്പം നമ്മളുടെ ഈ ഇയർഫോൺസൊക്കെ ഉണ്ടല്ലോ, നമ്മളുടെ മൊബൈലിൽ യൂസ് ചെയ്യുന്ന ഇയർഫോൺസൊക്കെ ഇല്ലേ, അത് നമ്മളിങ്ങനെ കെട്ടുപിടിച്ചൊക്കെ എല്ലായിടത്തും ഇങ്ങനെ വലിച്ചു വാരിയിട്ടേക്കണ കാണൂലേ, അത് ഈ ഒരു രീതിയിൽ ഇതിനെ കട്ട് ചെയ്ത് ഒന്ന് പിടിക്കുക, ഈ 3 ഹോളും. എന്നിട്ട് നമ്മളുടെ ഇയർഫോൺസ് ഇതുപോലെ ഇതിനകത്തേക്ക് ഒന്ന് പതിയെ കടത്തി വെച്ച് കഴിഞ്ഞാൽ അത് എന്ത് തന്നെ ആണെങ്കിലും വലിച്ചെറിഞ്ഞിട്ടാലും നല്ല നീറ്റായിട്ടിരിക്കും. അപ്പോൾ ഇത് നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. കുറേ ഉണ്ടാവില്ല, എല്ലാവർക്കും ഒരു മൊബൈലിന് 2-3 ഇയർഫോൺസൊക്കെയാണ് ഇവിടെ കിടക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ ചെയ്തിടുമ്പോൾ നമ്മൾ ഇങ്ങനെ വലിച്ചെറിഞ്ഞിട്ടാൽ പോലും കുഴപ്പമില്ല, അത് വിട്ടു പോരില്ല, കാരണം അത് ലോക്കാണ് അകത്ത്. പിന്നെ നമ്മളുടെ പൈനാപ്പിൾ, അന്നാർച്ചക്ക, ഇത് കട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. ഞാൻ സാധാരണ കട്ട് ചെയ്യണത് ഇങ്ങനെ ഇതിനെ പല ഭാഗങ്ങളായിട്ട് ആദ്യം കഴുകണം കേട്ടോ. ടാപ്പിനടിയിൽ വെച്ചിട്ട് നന്നായിട്ട് കഴുകിയിട്ട് മാത്രം, കാരണം പൈനാപ്പിൾ അരിഞ്ഞതിന് ശേഷം തൊലി ചെത്തിയതിന് ശേഷം കഴുകിയാൽ മധുരം മൊത്തം പോകും. അപ്പോൾ ഇത് ഞാൻ കഴുകിയെടുത്തത് ഞാൻ കാണിക്കാൻ വിട്ടുപോയി, അതുകൊണ്ടാണ് പറയണത്. എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്ത് നോക്കുക. ഈസി ആയിട്ടാണ്, തൊലി ഒരു ബുദ്ധിമുട്ടും കൂടാതെ ഇതുപോലെ നൈസായിട്ട് നമുക്ക് അതിന് ശേഷം കട്ട് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ അടുത്തത്, നമ്മളുടെ മക്കളുടെ സ്കൂൾ ഷൂസ് മിക്കതും ഈ രീതിയിൽ ഇങ്ങനെ കയറ്റാൻ പറ്റാത്ത രീതിയിലൊക്കെ ആയിരിക്കും. ഇവിടെ അങ്ങനെയുള്ളത് ഇല്ലാത്തത് കൊണ്ട് ഞാൻ വേറൊരു ഷൂസാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അത് 2 രീതിയിൽ നമ്മൾക്ക് ഈ ഷൂസിൻ്റെ ലേസ് അതിനകത്തേക്ക് കടത്താനുള്ള മാർഗമുണ്ട്. നെയിൽ പോളിഷിൽ ഇങ്ങനെ മുക്കിയിട്ട് മാറ്റി വെക്കുക. മാറ്റി വെച്ചിട്ട് ഒരു 3/4 ഭാഗം ഉണക്കാകുമ്പോഴേക്കും പതിയെ ഒന്ന് ഒതുക്കി കൊടുക്കണം കേട്ടോ. ഒതുക്കി അതിൻ്റെ അറ്റം ഒന്ന് കൂർത്ത ഷേപ്പിലാക്കി ഇങ്ങനെ വെച്ചേക്കണം. അത് ഞാൻ ഇതിനകത്ത് കാണിക്കാൻ വിട്ടുപോയി. എന്നിട്ട് നന്നായിട്ട് ഉണങ്ങണേ. അപ്പോൾ 3/4 ഭാഗം ഉണക്കാകുമ്പോഴാണ് അതിനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാനുള്ളത്. എന്നിട്ട് ഇതിങ്ങനെ അങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് കയറ്റാൻ പറ്റും. മുഖ്യ വടി തന്നെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് വിടർന്ന രീതിയിൽ തന്നെ ഉണങ്ങി പിടിച്ചു പോകും, അത് ശ്രദ്ധിക്കണം. പിന്നെ രണ്ടാമത്തെ അതുപോലെ തന്നെ ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് നമ്മുടെ സെല്ലോ ടാപ്പ് അല്ലെങ്കിൽ ഇൻസുലേഷൻ ടാപ്പ്. ഞാനിപ്പോൾ ഇൻസുലേഷൻ ടേപ്പ് എടുത്തേക്കണം. അപ്പോൾ അതിങ്ങനെ നല്ല വലിഞ്ഞ് ചുറ്റി കൊടുക്കുക. അതിൻ്റെ ഹോളിൻ്റെ കണക്കനുസരിച്ച് വേണം ചുറ്റാനായിട്ട്. കൂടുതൽ കട്ടിക്ക് ചുറ്റിയാൽ കയറൂല. എന്നിട്ട് ഇത് ഇങ്ങനെ അങ്ങോട്ട് ഇതിനകത്തേക്ക് ഈസി ആയിട്ട് കയറ്റാൻ പറ്റും. അപ്പോൾ അതൊരു മെത്തേഡ്. പിന്നെ ഈ ബ്രഷ് കണ്ട, ഞാനിത് എൻ്റെ മേടിച്ച് തൂക്കണ ബ്രഷാണെങ്കിലും അത് എൻ്റെ പട്ടിക്കുട്ടൻ്റെ രോമം പോകാൻ വേണ്ടിയിട്ട് ഞാനത് യൂസ് ചെയ്യണം. സാധാരണ ഞാൻ യൂസ് ചെയ്യണത് എൻ്റെ മുറ്റത്തുള്ളൊരു തെങ്ങുണ്ട്, ആ തെങ്ങിൻ്റെ ഇത് ഓല കീറി കുറേ ചൂലൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ഓലയും കളയാറില്ല. അപ്പം നമ്മൾക്ക് ഈ ചൂല് പുറത്തുനിന്ന് പിടിക്കാൻ ഒരുപാട് പൈസയാണ്. അപ്പം ഇങ്ങനെ ചൂല് ഇങ്ങനെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും മിക്കവാറും ഇതുകൊണ്ട് തന്നെയാണ് അടിക്കുന്നത്. അടിച്ച് കഴിയുമ്പോൾ ഇതുപോലെയുള്ള ഇടകളിലൊക്കെ ഞാൻ ഇതുകൊണ്ടൊന്ന് തുടച്ചേക്കും. അപ്പം എന്താണെന്നറിയാമോ, നമുക്കൊരു ബുദ്ധിമുട്ട് കൂടാതെ തന്നെ
അല്ലെങ്കിൽ നമ്മളൊരു ഡീപ്പ് ക്ലീനിങ്ങിനൊക്കെ നിൽക്കേണ്ടി വരും എപ്പോഴും. അപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് തുറക്കുമ്പോൾ എന്താണ് അതിൻ്റെ ഇടയിലുള്ള മാറാമ്പലെല്ലാം താഴെ വീഴും. എന്നിട്ടാണ് ഞാൻ അവസാനം പേരങ്ങോട്ട് അടിച്ച് വാരിയെടുക്കണം. അപ്പോൾ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പത്തിലുള്ള ഒരു കാര്യമാണ്. പിന്നെ നമ്മൾ പൊക്കം കൂടിയ സ്ഥലങ്ങളിലുള്ള മാറാമ്പൽ ക്ലീൻ ചെയ്യാനായിട്ട് നമ്മളുടെ മറ്റേ ചൂല അത് എപ്പോഴും നമ്മൾ ഉപയോഗിക്കൂലല്ല, ഇടക്ക് ചിലപ്പോൾ മാസത്തിൽ 2 പ്രാവശ്യം അത്രയൊക്കെ ഉപയോഗിക്കുള്ളൂ. മാറാമ്പൽ കാണുമ്പോഴൊക്കെയാണ് ഞാൻ സാധാരണ തുറക്കാറില്ല, അതങ്ങനെയൊന്നുമില്ല. അപ്പം ഇങ്ങനെ എൻ്റെ സ്റ്റെയർകേസിൻ്റെ അടിയിൽ ഇങ്ങനെയൊക്കെ ഞാനൊന്ന് അടിച്ചങ്ങോട്ട് കളഞ്ഞേക്കും. അപ്പം അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് അടിച്ചു വാരിയാലില്ലേ എല്ലാം ക്ലീനാണ്. അത് വളരെ നല്ലൊരു കാര്യമാണ് കേട്ടോ, ഇത് ചെയ്യാവുന്നൊരു കാര്യമാണ്. എല്ലാ സ്ഥലത്തും കയ്യെത്താത്ത സ്ഥലത്തൊക്കെ ഇങ്ങനെ അങ്ങോട്ട് എത്തിച്ച് ഇത് അതിൻ്റെ അടിയിൽ ലൈറ്റ് ഇല്ല കേട്ടോ, അതാണ് ഭയങ്കരമായിട്ട്. നമ്മളുടെ അറിയാമല്ലോ ട്യൂബ് ലൈറ്റിൻ്റെ അടിയിലൊക്കെ ഒരുതരം സാധനമൊക്കെ പിടിച്ചിരിക്കില്ലേ, അതൊക്കെ പെട്ടെന്ന് തന്നെ നമ്മൾ ഈ അടിക്കണതിൻ്റെ കൂട്ടത്തിൽ കൂടി അതങ്ങോട്ട് പോകും. അപ്പം ഇത് സിയയുടെ ബർത്ത്ഡേ 14-ാം തീയതി കഴിഞ്ഞതാണ്. അപ്പം ഹാപ്പി ബർത്ത്ഡേ സിയ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേക്കണേ. ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടണും ബെല്ലും ഒന്ന് അമർത്തിയേക്കണേ. താങ്ക് യു.